നമുക്ക് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകണം. അവിടെ ഇന്നലെ അർദ്ധരാത്രിയോടെ ഏതാണ്ട് 11:30 മണിക്ക് ശേഷമാണ് ഈ ചുഴലിക്കാറ്റ് കരതൊട്ടത്. അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി. പുതുച്ചേരി തീരത്തിന് സമീപം ചുഴലിക്കാറ്റ് കരതൊടുകയായിരുന്നു. കരതൊട്ടതോടെയാണ് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. ചെന്നൈയിലും മറ്റു ജില്ലകളിലും കനത്ത മഴ തുടരുന്നുണ്ട്. മഴക്കെടുതിയിൽ 4 മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തു. ചെന്നൈ വിമാനത്താവളം തുറന്നു. ട്രെയിൻ സർവീസും പുനരാരംഭിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ ഭീതി വിതച്ച ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട് എങ്കിൽ പോലും നാശനഷ്ടങ്ങളൊക്കെ കണക്കാക്കി വരുന്നതേയുള്ളൂ. തിരമാലകൾ വലിയ തോതിൽ ആഞ്ഞടിച്ച പശ്ചാത്തലമൊക്കെയുണ്ട് തീരപ്രദേശങ്ങളിൽ. അങ്ങനെ തമിഴ്നാടിന് ഭീതി ജനിപ്പിച്ച ആന്ധ്രയുടെ കിഴക്കൻ തീരത്തിലടക്കം ഭീതിജനകമായിരുന്ന ഫിഞ്ചാൽ കരതൊട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയുണ്ട്. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മഴ പല ജില്ലകളിലും അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സുബി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുബി, ഇപ്പോൾ ഈ കരതൊട്ടു എന്നുള്ളതാണ്, അതിതീവ്ര ന്യൂനമർദ്ദമാകുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്? നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന പല ജില്ലകളിലും അത് ഓറഞ്ച് അലേർട്ടായി എന്ന വിവരങ്ങളുമുണ്ട്. ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ പല ജില്ലകളിലും? തീർച്ചയായും രഞ്ജിത്ത്, മഴ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇന്നലെ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ തമിഴ്നാടിന്റെ തീരം തൊട്ടത്. പുതുച്ചേരിക്കും മഹാബലിപുരത്തിനും ഇടയിലാണ് ഇത് തീരം തൊട്ടത്. വലിയൊരു നാശനഷ്ടമാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അത്രയും വലിയ തീവ്രമായ ഒരു നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇത് തീരം തൊട്ടതിന് ശേഷം ഇപ്പോൾ തമിഴ്നാടിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരം കേന്ദ്രീകരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടുകൂടി തന്നെ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. 10 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് അടിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 7 കിലോമീറ്റർ സ്പീഡിലേക്ക് മാറിയിട്ടുണ്ട്. കനത്ത കാറ്റ് വീശുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇതിന്റെ ദിശയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മഴക്കെടുതി എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ പുതുച്ചേരിയുടെ ഭാഗം, ഈ ഏറ്റവും കനത്ത മഴ ലഭിക്കുന്നത് ഈ ചുവപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ്. പുതുച്ചേരി, ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുച്ചേരി, കടലൂർ, വീഴുപുരം ജില്ലകളിലാണ് കനത്ത മഴ പെയ്യുന്നത്. ഈ വൈദ്യുതാഘാതമേറ്റാണ് 4 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ കനത്ത മഴ പെയ്തതോടുകൂടി വൈദ്യുതാഘാതത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു മഴ 4 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ചെന്നൈ വിമാനത്താവളം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അടച്ചത്. ചെന്നൈ വിമാനത്താവളം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ്. 226 ഫ്ലൈറ്റുകൾ ഇതിനോടകം ചെന്നൈയിൽ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും തമിഴ്നാട്ടിൽ 13 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില്ലുപുരം, കല്ലാക്കുറിച്ചി, കൂടല്ലൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ് തുടരുന്നത്.